രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അയില ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 5 വെളുത്തുള്ളി, ഒരു 8 ചെറിയ ഉള്ളി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, തീ വളരെ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫാക്കിയാൽ മതി, ആ ചൂട് മതി. 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, ഞാൻ കുരുമുളക് പൊടിയല്ല കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ആറിക്കഴിയുമ്പോൾ അരച്ചെടുക്കണം. ഞാനത് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് ചതച്ച ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ എണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി അത് മീനിലേക്ക് നന്നായിട്ട് പുരട്ടുക. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കാരണം നമ്മളിനി ഇലയിൽ വാട്ടിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഇല എടുത്ത് അതിലേക്ക് ഞാനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം. 2 സൈഡും നമുക്ക് നന്നായിട്ട് വാട്ടണം. അതിനകത്തിലെ വെള്ളം എല്ലാം വറ്റുന്നിടം വരെയാണ് വാട്ടേണ്ടത്. അതായത് എല്ലാം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം. 2 സൈഡിലും ഞാൻ ഒരു നുള്ളു ഉലുവാപ്പൊടി വീതം ഇടുന്നുണ്ട്. നേരത്തെ ഞാൻ ഉലുവാപ്പൊടി ചേർത്തില്ല, ഈ സമയത്ത് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ ഒരു സൈഡ് വാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് തിരിച്ചിട്ടു, അവിടെയും ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും വളരെ കുറച്ച് എണ്ണ മതി. പിന്നെ എണ്ണ പോരെങ്കിൽ അന്നേരം ഇത്തിരി കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.